ദീർഘകാലമായി പുനലൂരിൽ ലഭ്യമാകേണ്ട കേന്ദ്രീയ വിദ്യാലയം പുനലൂരിലേക്ക് ലഭ്യമാകുന്നതിന് തടസ്സമായി നിൽക്കുന്നത് യഥാർത്ഥത്തിൽ ഭൂമിയുടെ ലഭ്യത കുറവാണ്. പുനലൂർ നഗരസഭയോട് ബഹുമാനപ്പെട്ട കൊല്ലം MP ശ്രീ NK പ്രേമചന്ദ്രൻ അവർ പല അവസരങ്ങളിലും നേരിട്ടും രേഖാമൂലവും ഒക്കെ ആവശ്യപ്പെട്ടിട്ടും നഗരസഭയുടെ ഭാഗത്തു നിന്നും ഈ കേന്ദ്രീയ വിദ്യാലയത്തിന് ആവശ്യമായ ഭൂമി വിട്ടു നൽകുന്നതിന് ലഭ്യമാക്കുന്നതിന് ആവശ്യമായ നടപടികൾ ഉണ്ടാകുന്നില്ല എന്നത് ഖേദകരമായിട്ടുള്ള യാഥാർത്ഥ്യമാണ്. കിഴക്കൻ മേഖലയിലേക്ക് സർക്കാർ അനുവദിച്ച കേന്ദ്രീയ വിദ്യാലയത്തിന് ഭൂമി കണ്ടെത്തി നൽകാൻ ജനപ്രതിനിധികൾക്കോ ഉദ്യോഗസ്ഥർക്കോ താൽപ്പര്യമില്ല. 4 വർഷം മുമ്പ് NK പ്രേമചന്ദ്രൻ MP ഇടപെട്ട് പുനലൂരിൽ കേന്ദ്ര വിദ്യാലയം അനുവദിച്ചതായി പ്രഖ്യാപനമുണ്ടായിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ 3.5 മുതൽ 5 ഏക്കർ ഭൂമി വരെ ആവശ്യപ്പെട്ടുകൊണ്ട് സർക്കാർ തലത്തിൽ കത്തും നൽകി. വസ്തു ലഭ്യമായാൽ സ്കൂളിനാവശ്യമായ കെട്ടിടങ്ങളും കളിസ്ഥലവും ഉൾപ്പെടെയുള്ള അനുബന്ധ കാര്യങ്ങൾ കേന്ദ്രീയ വിദ്യാലയക്കാർ നിർമ്മിക്കും. ഇതിനായി ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കൊല്ലം സർവേ ഡെപ്യൂട്ടി ഡയറക്ടർ കഴിഞ്ഞ ഫെബ്രുവരിയിൽ പുനലൂർ തഹസിൽദാർക്ക് ഭൂമി കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ട കത്ത് നൽകി. എന്നാൽ തുടർ പ്രവർത്തനങ്ങളൊന്നും ഉണ്ടായില്ല. കരവാളൂർ വില്ലേജിൽ ഉൾപ്പെട്ട 3 സർവേ നമ്പറുകളിലുള്ള ഭൂമി അളന്നു തിട്ടപ്പെടുത്തി റിപ്പോർട്ട് നൽകുവാനും കത്തിൽ നിർദ്ദേശമുണ്ടായിരുന്നു. പുനലൂർ നഗരത്തിൻ്റെ വികസനത്തിനും പൊതു ആവശ്യങ്ങൾക്കും മതിയായ പുറമ്പോക്ക് ഭൂമി ഇല്ലാത്തതിനാലാണ് കരവാളൂർ പഞ്ചായത്തിലെ നരിക്കൽ ശിവഗിരി എസ്റ്റേറ്റിനുള്ളിൽ റവന്യൂ സ്ഥലം കണ്ടെത്തിയത്. ദീർഘകാലമായി പുനലൂരിൽ ലഭ്യമാകേണ്ട കേന്ദ്രീയ വിദ്യാലയം പുനലൂരിലേക്ക് ലഭ്യമാകുന്നതിന് തടസ്സമായി നിൽക്കുന്നത് യഥാർത്ഥത്തിൽ ഭൂമിയുടെ ലഭ്യത കുറവാണ്. പുനലൂർ നഗരസഭയോട് ബഹുമാനപ്പെട്ട കൊല്ലം MP ശ്രീ NK പ്രേമചന്ദ്രൻ അവർ പല അവസരങ്ങളിലും നേരിട്ടും രേഖാമൂലവും ഒക്കെ ആവശ്യപ്പെട്ടിട്ടും നഗരസഭയുടെ ഭാഗത്തു നിന്നും ഈ കേന്ദ്രീയ വിദ്യാലയത്തിന് ആവശ്യമായ ഭൂമി വിട്ടു നൽകുന്നതിന് ലഭ്യമാക്കുന്നതിന് ആവശ്യമായ നടപടികൾ ഉണ്ടാകുന്നില്ല എന്നത് ഖേദകരമായിട്ടുള്ള യാഥാർത്ഥ്യമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം പുനലൂരിൽ ഒരു കേന്ദ്രീയ വിദ്യാലയം വരികയാണെങ്കിൽ അത് പുനലൂർ പട്ടണത്തിന്റെ സർവ്വതല സ്പർശിയായ വികസന മേഖലകളിലേക്ക് കടന്നു ചെല്ലുകയും പട്ടണത്തിന് എമ്പാടും പട്ടണത്തിലുള്ള എല്ലാവർക്കും അതിൻ്റെ ഒരു പ്രയോജനം ലഭ്യമാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഒരു കേന്ദ്രീയ വിദ്യാലയം ലഭ്യമാകാനുള്ള സാധ്യത ഉണ്ടായിട്ട് അതിന് തടസ്സം നിൽക്കുന്നത് അന്ധമായ രാഷ്ട്രീയ വിരോധത്തിന്റെ പേരിൽ മാത്രമാണ്. ഞാൻ മനസ്സിലാക്കിയത് ശരിയാണെങ്കിൽ തൊട്ടടുത്ത് കരവാളൂർ പഞ്ചായത്ത് അടക്കമുള്ള പ്രദേശങ്ങളിൽ റവന്യൂ ഭൂമിയുണ്ട്. ആ റവന്യൂ പുറമ്പോക്ക് ഭൂമി ലഭ്യമാക്കിക്കൊണ്ട് ഈ കേന്ദ്രീയ വിദ്യാലയം ആരംഭിക്കുന്നതിന് വേണ്ടി കരവാളൂർ പഞ്ചായത്തിലെങ്കിലും ഇതിന് സ്ഥലം ലഭ്യമാക്കുന്നതിന് റവന്യൂ വകുപ്പ് പഞ്ചായത്ത് അധികാരികളും ഒക്കെ ശ്രദ്ധ ചെലുത്തി ഈ സമീപ പ്രദേശത്ത് നിന്നും പുനലൂരിൽ ലഭ്യമാകേണ്ട കേന്ദ്രീയ വിദ്യാലയം നഷ്ടപ്പെടാതിരിക്കാനുള്ള എല്ലാ മാർഗങ്ങളും ശ്രമിക്കണമെന്ന് ഞങ്ങൾ ഒരിക്കൽ കൂടി ആവശ്യപ്പെടുകയാണ്. നഗരസഭ അന്ധമായ രാഷ്ട്രീയ വിരോധത്തിന്റെ പേരിൽ ഈ കേന്ദ്രീയ വിദ്യാലയം വരാനുള്ള എല്ലാ മാർഗങ്ങളും അടച്ചുവെക്കുകയാണ് എന്നുള്ള വസ്തുത പൊതുജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞങ്ങൾ കൊണ്ടുവരികയാണ്. എന്നാൽ കിഴക്കൻ മേഖലയിലെ വിസ്തൃതമായ ഭൂപ്രദേശമായ പുനലൂർ നഗരസഭയിൽ പലയിടങ്ങളിലായി ഏക്കർ കണക്കിന് പുറമ്പോക്ക് ഭൂമിയുണ്ടായിട്ടും രാഷ്ട്രീയ ഇടപെടലും സ്വകാര്യ സ്കൂൾ മാനേജ്മെൻറ്റുകളെ സഹായിക്കുന്നതിനുമായി നഗരസഭ ഒത്തുകളിക്കുകയാണെന്നും ആരോപണമുയരുന്നുണ്ട്. ശിവഗിരി എസ്റ്റേറ്റിൽ നിലവിൽ കേന്ദ്രീയ വിദ്യാലയത്തിനായി പരിഗണിച്ചിരിക്കുന്ന സ്ഥലം സ്വകാര്യ വ്യക്തികൾ കയ്യേറിയതായും അടിയന്തരമായി ഭൂമി അളന്നു തിട്ടപ്പെടുത്തി അതിർത്തി നിർണയിച്ച് നൽകാനുമാണ് നിലവിൽ നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഫോക്സ് TV ന്യൂസ് ബ്യൂറോ, പുനലൂർ.